വർക്കൗട്ടിന് മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരു പ്രോപ്പർ വാമപ്പ് റൂട്ടീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു വാമപ്പ് റൂട്ടീനും കൂടിയാണ് ഇത്. ഫസ്റ്റ് വണ്ണ് ടൈറ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ മസിൽസും ഞാൻ ലൂസൺ ചെയ്യും. അതേപോലെ തന്നെയാണ് സ്ട്രെച്ചിങ്ങും 10 സെക്കൻഡ് വെച്ച് ഞാൻ ഹോൾഡ് ചെയ്ത് എല്ലാ എക്സസൈസും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കുറയും. അതേപോലെ തന്നെ ഇഞ്ചുറി വരാൻ വേണ്ടിയിട്ട് ചാൻസും കൂടുതലാണ്. ഈ കാണുന്ന എക്സസൈസുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ റണ്ണിങ് പെർഫോമൻസിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതെല്ലാം സഹായിക്കും. നമ്മൾ ഒന്നും ചെയ്യാണ്ടാണ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മസിൽ സ്റ്റിഫ്നെസ്സും ഉണ്ടാവും. അതേപോലെ തന്നെ ഇഞ്ചുറി വരാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ ചെയ്യുന്നത് തെറാബാൻഡിലുള്ള ആക്ടിവേഷൻ എക്സസൈസ് ആണ്. ഈ കാണുന്ന മസിൽ ആക്ടിവേഷൻ എക്സസൈസുകളെല്ലാം നമ്മുടെ ഇഞ്ചുറി പ്രിവെൻഷന് വേണ്ടിയിട്ട് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. പൊതുവേ ഞാൻ 2 കിലോമീറ്ററിന്റെ വാമപ്പാണ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 400 മീറ്ററിന്റെ ട്രാക്കിൽ 5 റൗണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ എക്സസൈസും ലെഗ്സിംഗും ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ റണ്ണിങ് ഡ്രിൽസ് സ്റ്റാർട്ട് ചെയ്യാറ്. എ സ്കിപ്പ്, ബി സ്കിപ്പ്, അതേപോലെ തന്നെ ജനറൽ ആയിട്ട് ചെയ്യുന്ന എല്ലാ കോർഡിനേഷൻ എക്സസൈസുകളും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടിനകത്തോട്ട് ഏർപ്പെടാറ്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ വാമപ്പ് റൂട്ടീൻ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.